ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ, എനിക്കൊന്ന് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്, മൈ ഹെയർ കെയർ വീഡിയോ. അപ്പോൾ ഒരുപാട് എന്നോട്, ഞാൻ ഇപ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ജസ്റ്റ് ഒരു ഇതിൽ ഇപ്പോൾ ഡാൻസ് റീൽസ് പോലെ ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കും എന്താണ് ഹെയറിൽ എന്താണ് ചെയ്യുന്നത്, ഹെയർ വീഡിയോ എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി സമയം കിട്ടില്ല. കാരണം ഞാൻ സ്കിൻ കെയർ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നോട് ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കാൻ തുടങ്ങിയാണ് ഈ ഹെയർ കെയർ വീഡിയോ. അപ്പോൾ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാം തുടങ്ങി, ട്യൂഷൻ്റെ അവിടുത്തെ ഓണം എക്സാം. ഇത് കണ്ടിപ്പം മറ്റന്നാൾ കണ്ട് തുടങ്ങുകയാണ് എക്സാം. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ. അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ വീഡിയോ ഇടുന്ന ഒരാളാണ്. എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇപ്പോൾ എനിക്കൊന്ന് സമയം കിട്ടി. ഞാൻ ആക്ച്വലി കുറച്ചൊക്കെ പഠിച്ചെല്ലാം സെറ്റായി വെച്ച് ഞങ്ങളുടെ ട്യൂഷൻ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ചൊന്ന് ആ ഹെയർ കെയർ വീഡിയോ അങ്ങ് ഇടാണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഒക്കെ ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെയർ കെയർ ചെയ്ത് തരുന്നത്. മൊത്തം ചെയ്ത് തരുന്ന ഹെയറിലെ കാര്യങ്ങൾ ഫുള്ള് ചെയ്ത് തരുന്ന അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ 6 months കൂടുമ്പോൾ ഞാൻ മുടിയുടെ അറ്റ ഇങ്ങനെ വെട്ടാറുണ്ട്. അറ്റ ഇപ്പം ഞാൻ വെട്ടിയിട്ടേക്കാണ് കേട്ടോ. നീളം ഇത്ര ഉണ്ടായിരുന്നു, ഇത്ര ആയിട്ടുണ്ട്. അറ്റം ഒത്തിരി അങ്ങ് മുറിക്കാറില്ല, അറ്റം മാത്രം ഞാനിപ്പം മുറിക്കാറുണ്ട്. കാരണം മുറിച്ചിട്ടേക്കാണ് ഞാൻ, അറ്റം മാത്രം മുറിക്കാറുണ്ട്. പിന്നെ ഞാൻ മാസത്തിൽ കണ്ടീഷണർ ഷാമ്പു ഉപയോഗിച്ചിട്ട് ഞാൻ നല്ലപോലെ ഹെയർ വാഷ് ചെയ്യും. പിന്നെ അത് തന്നെ നല്ലപോലെ കോംബ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി അങ്ങനെ വേറെ ടെക്നിക്സ് ഒന്നും ഞാൻ ചെയ്യാറില്ല. അതുപോലെ കെമിക്കൽസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. വേറെ ഒരു ഹെയർ കട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ രണ്ട് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 6ൽ പഠിക്കുമ്പോഴേ അതിപ്പോൾ തിരിച്ച് ഇവിടം വരെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ ഹെയർ കട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ വല്ലപ്പോഴും താളി, പിന്നെ ഉലുവ വെള്ളം, കഞ്ഞിവെള്ളം, തലേദിവസത്തെ അങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് വല്ലപ്പോഴാണ് ചെയ്യുന്നത്. പിന്നെ മാസം കൂടുമ്പോഴും ഞാനിങ്ങനെ ഒരു മാസം വെച്ചിട്ട് ഞാനിങ്ങനെ മുടിയിൽ ഹെയർ വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഷാമ്പുവും കണ്ടീഷനും നമ്മുടെ ദീദിയുടെ ഷാമ്പു ആണ് കേട്ടോ. ഞാൻ പണ്ട് തൊട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അതാണ് നല്ലത്. അല്ലെങ്കിൽ മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മുടിയുടെ അറ്റം മുറിക്കുക, വാഷ് ചെയ്യുക, കോംബ് ചെയ്യുക നല്ലപോലെ, അങ്ങനെയാണ്. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഞാൻ ഏത് ഓയിലാണ് തേക്കുന്നതെന്ന്. അത് ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് കാണത്തില്ലായിരിക്കും. ഞാൻ എട്ടിപ്പടിക്കുമ്പോൾ ഇട്ടൊരു വീഡിയോ ആണ്. സോ ആ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് എവിടുന്നോ വാങ്ങുന്നില്ല, ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിപ്പം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പം 2 വർഷമായെന്ന് തോന്നുന്നു. ഞാൻ വർഷമായിട്ട് ഇത് യൂസ് ചെയ്യാറുള്ള ഒരു ഓയിലാണ് അളകമന്ത്ര ഹെയർ കെയർ ഓയിൽ. ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണത്തില്ലായിരിക്കും ആൾക്കാർ. ഈ ഒരു ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, അളകമന്ത്ര ഹെയർ കെയർ ഓയിൽ. ഇത് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ്. ഇത് ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞങ്ങൾ ഓൺലൈൻ വഴിയായിട്ടും അല്ലെങ്കിൽ അല്ലാതെ ഓഫ്ലൈൻ വഴിയായിട്ടും ഞങ്ങൾ അയക്കാറുണ്ട് ഈ ഒരു ഓയിൽ. അപ്പോൾ ഇത് ഇവിടുന്ന് വലിയ കുപ്പി വരെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം. കോൺടാക്റ്റ് നമ്പറും കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ച് നിങ്ങളിതൊന്ന് ഓർഡർ ചെയ്തിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. കൊച്ചുകുട്ടികൾക്ക് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഹെയറിന് തിക്കില്ലായ്മ, മുടി ഭയങ്കരമായിട്ട് കൊഴിയുക, താരൻ, പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൈഗ്രെയിന്, ഉറക്കക്കുറവ്, അതിന് എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് ഒരുപാട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഓയിലാണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ തിക്നെസ് ഒക്കെ നല്ലപോലെ കൂട്ടും കേട്ടോ. അപ്പം ഇത് ഡീറ്റെയിൽസ് ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്. നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്നെ അറിയാവുന്ന എല്ലാവരും വാങ്ങിച്ചത് ഉപയോഗിച്ച് കുറേ റിവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ അളകമന്ത്ര ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പം ഇതിനെപ്പറ്റി ഒരുപാടുള്ള വീഡിയോസ് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾ കണ്ടിട്ട് വരുന്നോളൂ. അപ്പം ഇതാണ് എൻ്റെ ഹെയർ കെയർ വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ട്